ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എങ്ങനെയുണ്ടാവും, എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് എനർജീസ്, അതാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ, ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് അപ്പോഴേക്ക് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്രർ ആണ്. ഔട്ട്കം ഈ കാർഡാണ്. ഞാൻ ഇത് എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. എംപ്രർ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. എംപ്രർ ഏരീസ് എനർജിയാണ്, പക്ഷേ ഇതൊരു സ്ട്രക്ചർ ആൻഡ് ഡിസിപ്ലിൻഡ് എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറേ കൂടിയും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ കുറേ ഫെയർ ആൻഡ് ബാലൻസ്ഡ് എനർജിയിലാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇത് സക്സസിൻ്റെ എനർജി കൂടിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളെ അഡ്മയർ ചെയ്യും. നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കും. ഇത് നിങ്ങളുടെ എനർജി അല്ലാച്ചാൽ മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരു എൽഡർലി പേഴ്സൺ ഉണ്ടാച്ചാൽ അവരുടെ എനർജി ആയിരിക്കാം, ഓറൽസ് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയും ആവാം. പക്ഷേ ഇത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ എംപ്രർ എനർജി എന്താണ് ഇവിടെ? ജഡ്ജ്മെൻറ്റ്. അപ്പോൾ എന്തോ ഒരു കാര്യം റെന്യൂ ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇതൊരു കരിയറുടെ ഒരു ഇഷ്യൂ ആയിരിക്കാം, പക്ഷേ മോസ്റ്റ്ലി ഇതൊരു റിലേഷൻഷിപ്പാണ്. ഒരു റിലേഷൻഷിപ്പ് റെന്യൂ ആവണ മാതിരി ഇവിടെ കാണാണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇത് റിലേഷൻഷിപ്പ് അല്ല, ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഇല്ലാച്ച ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അതൊരു എൻഡ് ഉണ്ടായിട്ട് ഒരു പുതിയ സ്റ്റാർട്ട് മാതിരി. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ സ്റ്റാർട്ട് മാതിരി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ പാസ്റ്റ് എനർജിയിൽ കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ പാസ്റ്റ് എനർജിയിൽ ഒരു അക്വേറിയസ് എനർജിയാണ്. ഇതൊരു കുറേ ഡിറ്റാച്ച്ഡ് പോലെ ഒരു എനർജിയാണ്, കുറേ പ്രാക്ടിക്കൽ ചോയ്സസ് ഉണ്ടാക്കുന്ന എനർജിയാണ്. അപ്പം നിങ്ങൾ പാസ്റ്റിൽ എന്തോ കുറേ നിങ്ങളൊരു പ്രാക്ടിക്കൽ ഡെസിഷൻ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ. ഇതൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എനർജി എഫേർട്ട് ഇടണോ വേണ്ടേന്നായിരുന്നു ആ ഡെസിഷൻ നിങ്ങൾക്ക് എടുക്കണ്ടായിരുന്നത്. നിങ്ങൾ ഇവിടെ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യണ്ടേന്നാണ് ഒരു ഡെസിഷൻ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഈ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു പേഴ്സൺ ഈ പെൻറ്റിക്കിൾസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ടാണ് ചെയ്യണത്. ഈ ആൾക്കാർ ഈ പെൻറ്റിക്കിൾസ് എടുത്തിട്ട് വാക്ക് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഹെൽപ്പിൻ്റെ എനർജിയാണ് ഇത്. ആരോ നിങ്ങളുടെ അടുത്തൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നു, ഓരൽസ് നിങ്ങൾക്ക് ഹെൽപ്പിൻ്റെ ആവശ്യം വന്നു. നിങ്ങൾ ആരോടായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഇതൊരു ലോണിൻ്റെയും കാര്യമായിരിക്കാം. നിങ്ങൾ ലോണിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടി. അതാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഇല്ലാച്ചാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടുണ്ടായിരുന്നു വെച്ചാൽ അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പാസ്റ്റ് എനർജിയിൽ. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് കറണ്ട് എനർജിയിൽ ഒരു ലോസ് ആണ് നിങ്ങൾ ഫീൽ ചെയ്യണത്, ഒരു റിഗ്രറ്റ് ആണ് ഫീൽ ചെയ്യണത്. ഈ റിഗ്രറ്റ് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പാസ്റ്റ് കാര്യത്തിന് ഓർത്തിട്ട് അവിടെ കുറെ റിഗ്രറ്റ് മാതിരി ഒരു ഫീലിംഗ്. ഹൈറോഫാന്റ്, ഇത് ടോറസ് എനർജി തന്നെയാണ്. അപ്പോൾ എന്തോ വർക്കൗട്ട് ചെയ്തില്ല നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാതിരി ഒരു അസിസ്റ്റൻസ് ഓർ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളൊരു ആ പേഴ്സണിനോട് ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിച്ചു, പക്ഷെ മേ ബി ആ പേഴ്സണ് നിങ്ങൾക്ക് സമയത്തിന് ഹെൽപ്പ് ചെയ്തില്ല, ഇല്ലാച്ചാൽ വേണ്ട മാതിരി ഹെൽപ്പ് കിട്ടിയില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചില കേസസിൽ ഞാൻ പറഞ്ഞ മാതിരി ലോൺ അപ്ലൈ ചെയ്തു, പക്ഷെ എന്തോ ഒരു ബ്ലോക്കേജ് വന്നു. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനും ആവാം. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ലവില് ഒരു പേഴ്സൺ കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്.
അപ്പോൾ ഒരു ഇംബാലൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുണ്ടായിരുന്നു, പക്ഷെ ഈ പേഴ്സൺ ഒട്ടും എഫേർട്ട് ഇടുണ്ടായില്ല. ഓരോ അവർ തുറന്ന് ഓപ്പണായി നിങ്ങളോട് പറയുണ്ടായില്ല എന്താ പ്രശ്നം, എന്താ പ്രോബ്ലംസ്. അപ്പോൾ കുറച്ചൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ അത് ഓർത്തിട്ടാണ് നിങ്ങൾക്ക് കുറെ വിഷമമാണ്. എന്നുവെച്ചാൽ എന്തോ ഒരു പ്ലാൻ ചെയ്ത മാതിരി നടന്നില്ല പാസ്റ്റിൽ. അപ്പോൾ വേൾഡ് ആണ് ഫ്യൂച്ചർ, പക്ഷെ ഇത് റിവേഴ്സിലാണ്. അപ്പോൾ എന്തോ ഒരു കംപ്ലീഷൻ ഉണ്ടായിട്ടുണ്ട്, എന്തോ എൻഡ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. വേൾഡ് എന്താണ് ഇവിടെ റിവേഴ്സിൽ കാണുന്നത്? നിങ്ങൾ ഇപ്പോഴും എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്, എന്തോ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണത്. പക്ഷെ ഈ എക്സ്പെക്ടേഷൻ, ഈ വെയിറ്റിംഗ് പീരീഡിനും ഒരു കട്ട് ഓഫ് ടൈം ഉണ്ട്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ മെല്ലെ നിങ്ങൾക്ക് ആ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, എനിക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എന്തോ ഒരു അൺഫിനിഷ് ബിസിനസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ അത് എവിടെയോ മെല്ലെ ആ അക്സെപ്റ്റൻസ് വരുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആ അക്സെപ്റ്റൻസ് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 6 ഓഫ് കപ്സ് അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നിങ്ങളെ ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു പാസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യണം എന്നുണ്ടാവും. നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്, അത് ഷുവറാണ്. പക്ഷേ ചില സമയത്ത് ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിലല്ല, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ 6 ഓഫ് കപ്സ് ചാലഞ്ചിലാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിന് ഉണ്ടായിരുന്നു, ഓരൽസ് നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ കുറേ കോൺഫ്ലിക്റ്റും ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ് സെപ്പറേഷൻ ആണ് ഇവിടെ ഞാൻ കാണുന്നത്. 2 ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ശരിക്കും ഡിസൈഡ് ചെയ്യാനാണ് പറയണത്, ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യാനാണ് പറയണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിൽ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഉണ്ട്, നിങ്ങൾ ശരിക്കും ഈ സിറ്റുവേഷനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ 2 ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ആണ് ചെയ്യണത്. ഈ 2 ആൾക്കാർ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ഡിസിഷൻ ആണ്. പിന്നെ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഡിസിഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് കുറേ ക്ലൗഡഡ് എനർജിയിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഇല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾ ക്ലിയർ ആയി ഒരു റിയാലിറ്റീനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും എവിടെയോ നിങ്ങളെ ഡിസീവ് ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ ഇല്യൂഷൻസ് ഉണ്ട്, ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഹിഡൻ ഫാക്ടറിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് വെർഗോ എനർജിയാണ്. ഈ ഹിഡൻ ഫാക്ടറിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ? 3 ഓഫ് സോർഡ്സ്. ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത് ആദ്യം, പക്ഷെ ഹീലിംഗ് എനർജി കൂടി ഉണ്ട്. എന്നുവെച്ചാൽ ഈ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇപ്പോൾ ഇതിലൊരു ബാൻഡേജ് ഇട്ടിട്ട് നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. ഈ ഹീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഔട്ട്കം എന്താണ് ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓഗസ്റ്റ് മാസത്തിൻ്റെ ഔട്ട്കം സൺ. ഇതൊരു കുറേ ബ്യൂട്ടിഫുൾ എനർജിയാണ് ഔട്ട്കം ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണേ. ഇൻഫാക്ട് വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ്സ് ഔട്ട്കമിലാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്കം സൺ എന്താ വെച്ചാൽ ഒരു ലിയോ എനർജിയാണ്, പക്ഷെ ക്ലാരിറ്റിയുടെ എനർജിയും കൂടിയാണ്. നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റി പറഞ്ഞാൽ ഈ ഫുൾ റീഡിങ്ങിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നാണ്. പക്ഷേ ബൈ ദ എൻഡ് ഓഫ് ഓഗസ്റ്റ് നിങ്ങൾക്ക് എവിടെയോ ആ ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും, നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. നിങ്ങൾ മനസ്സിൽ തേടണ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലോഷർ ഇല്ലാത്തതുകൊണ്ടും കുറേ വിഷമം ഉണ്ടാവും. ചില കാര്യത്തിൽ ആൻസേഴ്സ് ഇല്ല, അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓഗസ്റ്റിൽ കിട്ടാൻ പോകുന്നുണ്ട്. ആൻഡ് ആ ആൻസേഴ്സ് കിട്ടിയ ഉടനെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഭാരം അതും ലിഫ്റ്റ് ആവും. ഇവിടെ നല്ല പുതിയ ബിഗിനിങ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അത് നമ്പർ 1 ആണ് നിങ്ങളുടെ ഈ കാർഡ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തൊട്ടിട്ട് നമ്പർ 1 തൊട്ടിട്ട് ആദ്യം ലൈഫ് റീസ്റ്റാർട്ടാണ് ചെയ്യണത്. ഹീലിംഗ് ഉണ്ട് ഇവിടെ, സ്റ്റാർ എനർജി, അക്വേറിയസ്. അപ്പോൾ ഇത് വെരി വെരി സ്പിരിച്വൽ റീഡിംഗ് ആണ് ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്, ക്ലിയർലി ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇപ്പോൾ ഈ സമയത്ത് വിഷമമായിട്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടാണ്
ഒരു എനർജിയിൽ ഇല്ലച്ചാൽ ഇതൊരു വെരി പോസിറ്റീവ് മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക, റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് വേണം വെച്ചാൽ അത് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൈവറ്റ് റീഡിംഗ് ആണ്. അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടിയും റെസൊനേറ്റ് ആവും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്ന് വെച്ചാൽ പ്രൈവറ്റ് റീഡിങ്, പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അതുവരെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞ മാതിരി. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.